ഇന്നത്തെ പൊതിച്ചോറങ്ങ് കണ്ടാലോ? അപ്പഴ് ചൂട് ചോറ് രാവിലെ എണീറ്റ് വെച്ചതാണേ. സാധാരണ ഞാൻ തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് ആവിയേറ്റി എടുക്കുന്നത്. ഇപ്പം മക്കൾക്ക് പോകണ്ടാത്തോണ്ട് ഞാൻ 9:30 ആകുമ്പോഴത്തേനും പോകുമ്പോഴത്തേനും മതിയല്ലോ എന്ന് വിചാരിച്ച് അതുകൊണ്ട് രാവിലെ വെച്ച ചോറാണേ. ഇല ഇച്ചിരി ഒരു ശ്രദ്ധിച്ച് ശരിയാക്കിയിട്ട് പോലും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ വാഴയില വെട്ടി എന്ത് സൂക്ഷ്മതയോടെ വേണോന്നറിയില്ലേ വെക്കാനില്ലെങ്കിൽ അത് പൊട്ടി അതിൻ്റെ കുളമായി പോവും. പിന്നെ ചൂര മീനായിരുന്നേ, അതിൻ്റെ ഒരു കഷ്ണവും കൂടെ അങ്ങോട്ട് വെച്ച് ഏത്തക്കായായിരുന്നു തോരനേ. പിന്നെ ഒരുപാട് പേര് പൊതിച്ചോറ് ചോദിക്കുന്നുണ്ട്. ഈ ദൂരെയൊക്കെ ഉള്ളവർക്ക് ഞാൻ എങ്ങനെ തരും? കഴിഞ്ഞ ആഴ്ച ഒരു മെസ്സേജ് കണ്ട്, സൗദിയിലാ ചേച്ചി നമ്മൾ നാട്ടിൽ വരുമ്പോൾ ഉറപ്പായിട്ടും തരാമെന്ന്. നാട്ടിൽ വരുമ്പം എൻ്റെ അടുത്തെങ്ങാനും ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കൊണ്ട് തന്നിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് സോറി, കിഴങ്ങ് മെഴുക്ക് പുരട്ടിയായിരുന്നേ. അവർക്ക് ഈ ചോദിക്കുന്നവരെ പറയും, ചേച്ചി ഞങ്ങൾക്ക് ഇന്നത് മതി എന്ന് പറയും. ഇത് ഞാൻ പൈസയ്ക്കോ ഒന്നുമല്ല കൊടുക്കുന്നത് കേട്ടോ. എൻ്റെ പൊതിച്ചോറ് കണ്ടിട്ട് കഴിക്കാൻ കൊതി തോന്നി ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നതാണേ, വേറെ ഒന്നും വിചാരിക്കണ്ട. ഇതിനകത്ത് കുറച്ച് കമൻറ്റ് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണേ. ഈ കാണുന്ന കൂട്ടത്തിൽ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോഴും ഉണക്കമീൻ കറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ രസവും വെച്ച് ഉണക്കമീൻ കറിയും കൂടെ വെച്ചിട്ടുണ്ടേ.